ഗീതേ, ഗവൺമെന്റ് കോട്ട തീർന്നു പോയിരിക്കുന്നു. പിന്നെയുള്ളത് എൻ്റെ കോട്ടയാണ്. അല്ല, കോളേജ് കോട്ടയുടെ കാര്യമാ. ഒരു സീറ്റിന് 7 ലക്ഷമാണ് തീരുമാനിച്ചിരിക്കുന്നത്. 7 ലക്ഷോ? നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 98% എടുത്തിട്ടുമുണ്ട്. ഇതുപോലെ നല്ലപോലെ പഠിക്കുന്ന പിള്ളേരെ എനിക്ക് വിടാനും മനസ്സില്ല. സർ, പ്ലീസ് സാർ, എങ്ങനെങ്കിലും ഒരു സീറ്റ് വാങ്ങി തരണം സാർ. എല്ലാം സാറിന്റെ കയ്യിലാ ഉള്ളത്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. നീ ഭയങ്കര ബുദ്ധിമതിയാ. എല്ലാം എന്റെ കയ്യിലാ. പിന്നെ നീ 7 ലക്ഷം ഒന്നും തരണ്ട, ഫീസ് അടയ്ക്കുകയും വേണ്ട. എന്നാലൊരു കാര്യം ചെയ്യണം. എനിക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഞാൻ പറയുമ്പോഴൊക്കെ നീ അവിടെ വന്നു പോയെന്ന് വെച്ചു. നിനക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല. എനിക്കും വേണ്ടതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കോളും കൊച്ചേ. പിന്നെ ഈ ഭാഗ്യം വേറെ ആർക്കും കിട്ടില്ല. നീ ഭാഗ്യശാലിയാണ് കൊച്ചേ. എന്താ ആലോചിക്കുന്നത്? ഇനിയൊക്കെ നിന്റെ കയ്യിലുള്ളത്. അതെടാ, എല്ലാം എന്റെ കയ്യിലുള്ളത്. ഇതാ എന്താ? രാവിലെ ഇന്റർവ്യൂവിന് പോയി റിസൾട്ട് അറിയാൻ എല്ലാവരും വീട്ടിൽ കാത്തിരിക്കുക. നീ ക്യാൻറ്റീനിൽ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നു. എന്തു പറ്റി? സീറ്റ് കിട്ടില്ല. ഞാൻ BSc തന്നെ ചെയ്തോളാം. മെഡിസിൻ ഒന്നും വേണ്ട. വളരെ ടഫാണെന്നാ തോന്നുന്നേ. സീറ്റ് കിട്ടിയോ ഇല്ലയോ? മെഡിക്കലിന് വേണ്ട. അതിനൊക്കെ ഒരുപാട് പുണ്യം ചെയ്തിരിക്കണം. പുണ്യം ചെയ്യണമെന്നോ? അതിന് നീ എന്ത് പാവം ചെയ്തു? ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു പോയില്ലേ. വീട്ടിലിരുന്ന് പഠിക്കാം, ഹോസ്റ്റലിൽ ചേർന്ന് പഠിക്കാം, എന്നാൽ ഗസ്റ്റ് ഹൗസിലിരുന്ന് പഠിക്കാൻ. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. എത്ര എണ്ണത്തിന് ഞാൻ കണ്ടിരിക്കുന്നു. അതെ, ഞാനൊരു പെണ്ണിനെ അങ്ങോട്ട് അയക്കാം. സീറ്റ് വേഗം റെഡിയാക്ക്. പിന്നെ ഗസ്റ്റ് ഹൗസിന്റെ അഡ്രസ്സും കൂടെ കൊടുത്തേക്ക്. എടാ, ഇവനാരാ? ഓട്ടോയിലാണ് വന്നത്. കാശ് കൊടുത്തില്ലേ? ഇതെന്റെ ചേട്ടനാ. ഓ, നീ പേടിപ്പിക്കാൻ വന്നാണല്ലേ? അയ്യോ, അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കാണിച്ച ഒട്ടും ശരിയായില്ല. സീറ്റില്ലെങ്കിൽ സീറ്റിലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഈ സീറ്റിലിരുന്നുകൊണ്ട് പറഞ്ഞൊന്നും ശരിയായില്ല. എന്റെ അനിയത്തിക്ക് ഒരു സീറ്റ് കൊടുത്തേക്കണേ. മര്യാദയ്ക്ക് കൊടുക്കണമെന്നോ? കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യടാ? എന്ത് ചെയ്യും പറ. നീ പോലീസിൽ പോവോ? മന്ത്രിയുടെ അടുത്ത് പോവോ? അല്ല ഗവർണറുടെ അടുത്ത് പോവോ? ആളുടെ അടുത്ത് പോണെന്ന് പറ. ഇപ്പൊ വിളിച്ചുതരാം, സംസാരിക്കാം. എനിക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലെന്നേ. എനിക്കിന്ന് ഒരിതൊക്കെയുണ്ട്. എന്തുണ്ടെന്ന്? റൗഡിയാണോ? ഞാനൊരു വലിയ റൗഡിയാടാ. അതായിരുന്നു എന്റെ പണി. ഇതൊക്കെ പിന്നെ കിട്ടിയതാ. ഇവനെ പൊക്കെടുത്ത് വെളിയേറി. സാർ പറഞ്ഞില്ലടാ, പിന്നെന്താ? 2 നിമിഷം സംസാരിക്കും. പറഞ്ഞത് കേട്ടില്ലേ? അവൻ എന്തോ എന്നോട് പറയണമെന്ന് പറയുന്നു. എന്താന്ന് ചോദിക്കട്ടെ. നിങ്ങൾ പുറത്ത് നിൽക്കേ. മോളെ, നീ ഒന്ന് പുറത്തിരിക്കേ. ചേട്ടാ പറയുന്ന കേക്ക്. പുറത്തിരിക്കേ. ചെല്ലു മോളെ. എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, എന്റെ പേര് മാണിക്കുന്ന. എനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. വെളിയിലാരും അറിയില്ലല്ലോ. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് 100 വാക്കിന് സമമായിരിക്കും. അണ്ണാ, ഒരു സീറ്റല്ല, 100 സീറ്റ് തരാം. 100, 1000 സീറ്റ് തരാം. ഈ കോളേജ് അണ്ണന്റെ അല്ലേ? അണ്ണൻ ആ കസേരയിലോട്ട് ഇരുന്നാട്ടെ, വന്നിരുന്നാട്ടെ. ഞാൻ വരട്ടെ? അണ്ണാ, ഞാൻ എന്റെ കാറില്. വേണ്ട. നിനക്ക് സീറ്റ് കിട്ടിപ്പോയി മോളെ. അതെ, ചേട്ടൻ എന്തൊക്കെയോ അയാളോട് പറഞ്ഞല്ലോ. സത്യം പറഞ്ഞതാ. ഇയാള് സാറിന് അണ്ണനോ? ഇയാളെന്നോ? അയ്യോ, പെങ്ങടെ ചേട്ടനാടാ. പെങ്ങടെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടൻ. എന്റെ ചേട്ടനാകുമ്പോ നിങ്ങളുടെയൊക്കെ ചേട്ടൻ. നിങ്ങളുടെയൊക്കെ ചേട്ടനാകുമ്പോ എല്ലാവരുടെയും ചേട്ടനല്ലേ? ചേട്ടനാടാ.
എങ്ങോട്ടാ പോട്ടത്? സിനിമയ്ക്കാണോ? ബീച്ചിലേക്കാ? പാർക്കിലാണോ? അല്ല ഏതെങ്കിലും ലോഡ്ജിലേക്കോ? എന്നോട് ക്ഷമിക്കേണ്ട, ഞാൻ വരില്ലെന്ന് പറഞ്ഞതാ. ഇദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ട് വന്നതാ. ഇന്നാണ് ഞങ്ങള് ആദ്യമായിട്ട് പുറത്തു വന്നത്. പഠിക്കുമ്പോഴേ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. ഈ കാര്യം ഗീതയ്ക്കും അറിയാം. ഓ അതെ അതെ, എന്ന് വെച്ച മൂത്തതല്ലേ, ഒരു കുടുംബനാഥ. എനിക്ക് മനസ്സിലാകാത്തതേ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകളോളം മൂത്തരോട് തർക്കിക്കുക. ഈ കാര്യം, ഇങ്ങനത്തെ കാര്യം, ഇത് മാത്രം ഒളിപ്പിച്ചു വയ്ക്കുക. ചെറുക്കന് ഒത്തിരി ഇഷ്ടമാണോ? ഇത്തിരി ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ പിന്നെ ആ വഴിക്ക് പോലും പോകില്ല. ഇതൊന്നും എൻ്റെ അടുത്ത് വേണ്ട, ഞാൻ എത്ര കണ്ടിട്ടുള്ളതാ. പോയേട്ടാ. അനിയ, നാളെ തന്നെ അച്ഛനെ കണ്ട് ഉറപ്പിക്കാൻ പോവാ. എന്താണ് സംസാരിക്കുന്നത്? മിണ്ടാതിരിക്കടി. ഓരോ ദിവസം 100-നും 200-നും തെണ്ടി നടക്കുന്ന ഓട്ടോക്കാരൻ എന്ത് ധൈര്യത്തോടെയാ നീ കല്യാണം ആലോചിക്കാൻ വന്നത്? എന്റെ വരുമാനം നിനക്ക് എത്രയെന്നറിയാവോ? എന്റെ ബാങ്ക് ബാലൻസ് നിനക്കറിയോ? എനിക്ക് എന്തുമാത്രം സ്വത്തുണ്ടെന്ന് നിനക്കറിയോ? എന്റെ അന്തസ്സെന്താ നിനക്കറിയോ? നീ ജീവിതകാലം മുഴുവൻ ഓട്ടോ ഓടിച്ചാലും ഞാൻ ഒരു ദിവസം ഉണ്ടാക്കുന്ന കാശ് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയടാ. എന്റെ ഏക മകനെ വളച്ചെടുത്താൽ ഈ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ നിന്റെ പെങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ? ഇറങ്ങടാ വെളിയിൽ. ഇറങ്ങാനോ? ആരെന്ന് കരുതി എങ്ങനെ പറയുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള സ്വത്തുക്കള്, ബാങ്ക് ബാലൻസ്, അന്തസ്, ഇതൊക്കെ അവന്റെ ചെരുപ്പിന് ഈടാകില്ല. അവൻ ആരാണെന്ന് അറിയാവോ? അമ്മേ, സാറേ, അമ്മ എന്തോ ആവേശത്തില്, ക്ഷമിക്കണം സാറേ. ഒരു പെണ്ണിനും ചെറുക്കനും കൗമാരത്തിൽ ഏർപ്പെടുന്ന ആദ്യത്തെ പ്രേമം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എത്രയും വലിയ സ്ഥലത്തു നിന്നും എത്രയും വലിയ ആളെ കല്യാണം കഴിച്ചാലും ആദ്യത്തെ പ്രേമം അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. അതൊരു മുള്ളായി മാറി ജീവിത അവസാനം വരെ കുത്തിക്കൊണ്ടേയിരിക്കും. ആ പാപം നമുക്കെന്തിന്? അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീട്ടിലേക്ക് ഇത്രയും പെട്ടെന്ന് വന്നത്. എൻ്റെ കുട്ടിക്ക് കാശിന് മാത്രമേ കുറവുള്ളൂ. അവൾ ഗുണത്തിൽ മഹാലക്ഷ്മിയാ. അടുക്കത്തോടെ ഒതുക്കത്തോടെ ചെല്ലുന്ന വീട്ടിൽ എങ്ങനെ ഇരിക്കണമെന്ന് അവൾക്കറിയാം. എനിക്ക് ഉറപ്പുണ്ട്, അവൾ മരുമകളെപ്പോലെ ഒരിക്കലും കഴിയില്ല. മകളെപ്പോലെ ഉണ്ടാകും. നിങ്ങളുടെ അന്തസ് നിലനിർത്തും. നിങ്ങളെയും നോക്കും, എല്ലാം കണ്ണു കെട്ടും ചെയ്യും. ഈ കല്യാണം വേണ്ടെന്ന് പറയില്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും, എത്ര പറഞ്ഞാലും ശരി, എൻ്റെ കഴിവിനനുസരിച്ച് നടത്തിക്കോളാം ഞാൻ. അവർ രണ്ടുപേരും ഒന്നിപ്പിക്കണം സാറേ. ഞാൻ നിങ്ങളുടെ കാലിൽ വീണ് മാണിക്യം, നീ എന്തിനാ അയാളുടെ കാലി വീഴുന്നത്? എന്റെ മകൻ ആരുടെയും കാലി വീഴേണ്ട ഗതികേട് വന്നിട്ടില്ല. കാശാണ് പ്രധാനം. കാശുകൊണ്ട് എന്ത് നേടാമെന്ന് വിചാരിക്കുന്ന ഈ കുടുംബത്തിൽ എന്റെ മോളെ കൊടുത്താ അവിടെ ജീവിത സുഖമായിരിക്കില്ല. ചെറുക്കന്റെ സ്വഭാവം മാത്രം നന്നായിരുന്നാ പോരാ. ചെറുക്കന്റെ അച്ഛന്റെ അമ്മ എല്ലാവരുടെയും സ്വഭാവം നന്നായിരുന്നാ മാത്രമേ അവിടെ വന്നു കയറുന്ന പെണ്ണിന് സമാധാനം കിട്ടൂ. ഈ കുടുംബത്തിൽ എന്റെ മോക്കൊരു സമാധാനം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേണ്ട പോലെ ഈ ബന്ധം നമുക്ക് വേണ്ടപ്പോ പോകാം. ഇതെന്റെ അന്തസ്സും അഭിമാനത്തിന്റെ പ്രശ്നമല്ല, അവിടെ ജീവിത പ്രശ്നമാണെന്ന് ഓർക്കുക. അവൾ ആഗ്രഹിച്ച് ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാന്നുള്ളതാണ് നമ്മുടെ കടമ. അതിനുവേണ്ടി എന്തും ചെയ്യാം. അതിനുവേണ്ടി ആരുടെ കാലിൽ വീഴണ്ട. എനിക്ക് വേണ്ടി എന്റെ ഏട്ടൻ ആരുടെയും കാലിൽ വീഴുന്നത് എനിക്ക് താങ്ങാനാവില്ല. ഇതൊക്കെ എന്റെ വിധിയാണെന്ന് കരുതിയേക്ക്. ജീവിത അവസാനം വരെ ഏട്ടന്റെ നല്ലൊരു അനീതിയായി കഴിഞ്ഞോളാം. വരും ഏട്ട, പോവാം. ഞാൻ വരട്ടെ സാറേ. ഒന്ന് നിന്നേ. പാവപ്പെട്ടവൻ കാശിനു വേണ്ടി എന്തും ചെയ്യുന്നുള്ള ധാരണയായിരുന്നു. അവർക്ക് കാശിനേക്കാളും വലുത് കുടുംബമഹിമയാണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മകനെ വിട്ടുകൊടുക്കാത്ത അമ്മ, ചേട്ടനെ വിട്ടുകൊടുക്കാത്ത അനിയത്തി, അനിയത്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിയുന്ന ചേട്ടൻ. ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഡാ, അച്ഛനിഷ്ടമായി. ഇന്നു മുതൽ നിങ്ങളുടെ അനിയത്തി എന്റെ മരുമകളാണ്. അല്ലല്ല, മകൾ. വരാൻ പോകുന്ന മുഹൂർത്തത്തിൽ കല്യാണം. വളരെ സന്തോഷം. അച്ഛൻ്റെ രണ്ടാമത്തെ ആഗ്രഹം നിറവേറ്റി.